654 ഞാൻ ജസ്റ്റ് 5 ഡേയ്സിനുള്ളിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്തത്. നോ ആഡ് സ്പെൻഡ്, നോ ഷിപ്പിംഗ് ആൻഡ് നോ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് 5 ഡേയ്സിൽ ഏൺ ചെയ്തതിന്റെ ഫുൾ സ്ട്രാറ്റജി നമ്മുടെ ബ്ലാക്ക് ടോൺ ചെയ്യാണ്. ജസ്റ്റ് ഇവിടുന്ന് ഫുള്ളായി കണ്ടാൽ മാത്രം മതി. ആൻഡ് നിങ്ങൾക്ക് ഒരു സ്റ്റേജ് മാത്രം മതിയെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെന്ന് വെച്ചിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് ഒരു സ്ട്രാറ്റജിയാണ്. അതിന് ലാസ്റ്റ് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ആൻഡ് നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ ഈ ഒരു 4 സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്താൽ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് വാട്ട് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് മീഷോയും ആമസോണും എങ്ങനെ നമുക്ക് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടേക്ക്. അത് മാത്രമല്ല വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. രണ്ടാമതാണ് ഏതൊക്കെ കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ആക്കാനുള്ളത്, അത് ഞാൻ പറയുന്നുണ്ട്. ആൻഡ് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 2x സെയിൽ കിട്ടാൻ വേണ്ടി എക്സ്ട്രാ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ലാസ്റ്റ് ആണ് മെയിൻ പോയിന്റ്, നിങ്ങൾക്ക് എല്ലാ ഫ്രണ്ട്സിനും യൂസ് ആവുന്ന സംഭവമാണ്. ഓക്കെ, സോ പറഞ്ഞ് ലാഗ് അടിക്കുന്നില്ല. നമ്മുടെ ചാനൽ ഇപ്പോൾ വേണ്ടി ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട, നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ആക്കേണ്ട മറക്കണ്ട. നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡൈവ് ടു ദ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ ഫസ്റ്റ് വാട്ട് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാണ്ട് പറ്റുന്നതായിരിക്കും. ഒരു 90% ആൾക്കാർക്കും എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് അറിയാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് അതിന് മെയിൻ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്രൊമോഷൻ മാത്രം ചെയ്താൽ മതി. അത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം സെയിലിനായിരിക്കും കമ്മീഷൻ കിട്ടുന്നത്. ഇപ്പം ഒരു പ്രോഡക്റ്റ്, ഓക്കെ, അതായത് ഒരു വാച്ച്, ഓക്കെ, ഇപ്പൊ റോളക്സിന്റെ ഒരു വാച്ച്, ആ റോളക്സിന്റെ ഒരു വാച്ച് എക്സാമ്പിൾ ആയിട്ട് ഒരു 20,000 രൂപ കൂട്ടാം. ആ റോളക്സിന്റെ വാച്ച് ഇപ്പൊ ഫ്ലിപ്കാർട്ടിലുണ്ട്, അതുപോലെ ആമസോണിലുണ്ട്, ഒരുപാട് സംഭവത്തിലുണ്ട്. അപ്പൊ ആ ഒരു വാച്ചിന്റെ റേറ്റ് 20,000 ആണെങ്കിൽ അതിനെ എനിക്ക് ഒരു സെയിൽ പിടിച്ചാൽ എനിക്ക് കിട്ടുന്ന കമ്മീഷൻ 20% വിചാരിക്കാം. അപ്പൊ ഏകദേശം തോന്നുന്നു 2,000 രൂപയാണ് തോന്നുന്നു. ഓക്കെ, സോ അങ്ങനെ ആ റോളക്സ് വാച്ച് നമുക്ക് ചുമ്മാ കിട്ടില്ല. ആദ്യം ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ളത് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ആമസോണിലോ മീഷോയിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഏതെങ്കിലും ജോയിൻ ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ആ അഫിലിയേറ്റ് ലിങ്ക് യൂസ് ചെയ്താൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ ആമസോണിലായിക്കോട്ടെ ലിങ്ക് ഒക്കെ സാധാരണ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അഫിലിയേറ്റ് ലിങ്ക് ആണ്. അപ്പം ഞാൻ എന്താണ് ആ ഒരു റോളക്സ് വാച്ചിന്റെ അഫിലിയേറ്റ് ലിങ്ക് എനിക്ക് പ്രത്യേകിച്ച് അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം ഞാൻ നേരെ ഒരു വീഡിയോ തയ്യാറാക്കി. ഇതാണ് ഇന്ന സംഭവമാണ്, നമുക്ക് ഇന്ന സംഭവം കിട്ടും. അതായത് ഞാൻ ആമസോൺ എടുത്തതിന് ശേഷം ആ അഫിലിയേറ്റ് ലിങ്ക് കോപ്പിയാക്കി ആമസോണിൽ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് വൈഡ് സെല്ലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ബട്ട് ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ ഒള്ളി ഇന്ത്യൻസിന് മാത്രമേ പറ്റുന്നതായിരിക്കുള്ളൂ. ബട്ട് ഞാനോട് ചെയ്തത് ഒള്ളി ഇന്ത്യൻസിന് മാത്രമാണ്, ഒള്ളി മലയാളീസിന് മാത്രമാണ് ചെയ്തത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ആ ഒരു പ്രോഡക്റ്റ് അഫിലിയേറ്റ് ലിങ്ക് നമ്മൾ തരുന്നതായിരിക്കും. ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ എന്താണ് ആർക്കെങ്കിലും കണ്ട് അത് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. ആൻഡ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവർ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര % കമ്മീഷൻ കിട്ടും. ഇപ്പൊ 20,000 രൂപയുടെ പ്രോഡക്റ്റ് 20% കമ്മീഷൻ കിട്ടിയാൽ 20,000 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് സെല്ലാക്കിയാൽ നമുക്ക് കിട്ടുന്നത് 2,000 റുപ്പീസ് ആണ്. 2 പ്രോഡക്റ്റ് സെല്ലാക്കിയാൽ 4,000 റുപ്പീസ്. അങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും സെല്ലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ പാർട്ട് കാറ്റഗറിയാണ്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ് ടെക് ഗാഡ്ജറ്റ്സ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്, കിച്ചൺ ഗാഡ്ജറ്റ്സ്. ഞാൻ എന്റെ പേജിൽ അപ്ലോഡ് ആക്കുന്നത് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാഷൻ യൂസ് ചെയ്യാൻ പറ്റും, ബ്യൂട്ടി കെയർ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് ഗാഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് ബ്യൂട്ടിയാണ് തോന്നുന്നത്. കാരണം ഫീമെയിൽസ് ആയാലും നമ്മുടെ മെയിൽ ആയാലും ഇപ്പം ജെൻസി കാലഘട്ടമല്ലേ. സോ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽസ് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഹെൽത്തും അതുപോലെ തന്നെ സ്കിൻ കെയർ ഒക്കെയാണ്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഇൻസ്റ്റാഗ്രാം എടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക, നല്ലൊരു യൂസർ നെയിം ക്രിയേറ്റ് ആക്കുക. യൂസർ നെയിം നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സ്റ്റോർ എന്താണ്, നിങ്ങളെ കാറ്റഗറി എന്താണെന്നൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മസ്റ്റ് ആയിട്ട് ഒരു കാറ്റഗറി വേണം. റാൻഡമായിട്ട് ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ അപ്ലോഡ് ആക്കരുത്. അത് ഭയങ്കര ബോറിംഗ് ആണ്. ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ എന്താണ് ഒരു പേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആക്കുക. ആൻഡ് ലോഗോ നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കാം, അല്ലെങ്കിൽ AI ചോദിച്ച് ലോഗോ ക്രിയേറ്റ് ആക്കി ഇടാം. അതിനുശേഷം നല്ലൊരു ബയോയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളൊരു വാട്സപ്പ് ചാനൽ ആഡ് ആക്കുക. ചുമ്മാ അല്ല, നിങ്ങൾ നേരെ വാട്സപ്പിലേക്ക് പോവുക. അതിനുശേഷം വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ആക്കുക. ആ വാട്സപ്പ് ചാനലിന്റെ നെയിം നിങ്ങളുടെ സ്റ്റോറിന്റെ നെയിം ആക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണ് ഓരോ പ്രോഡക്റ്റും നമ്മളെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ആക്കി പോവുക. അതായത്
ഇന്ന പ്രോഡക്റ്റ് ആണ്, ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്, ഇതിന് താഴെ അഫിലിയേറ്റ് ലിങ്ക്. അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പ്രോഡക്റ്റ് അപ്ലോഡ് ആയി പോവാം. ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതേ റീൽ ഇടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോളോവേഴ്സ് കയറുന്നതായിരിക്കും. സോ ഫോളോവേഴ്സ് കയറുമ്പോഴത്തേക്ക് നമ്മളെ പ്രൊഫൈലായിട്ട് നോക്കുമ്പോഴത്തേക്ക് വാട്സപ്പിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് അവർ അതിൽ ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് നമ്മളെ വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്നു. സോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലോ വാട്സപ്പ് ചാനലോ ക്രിയേറ്റ് ആക്കിയിട്ട് അപ്ഡേറ്റ് പോവാം. ഓക്കെ, അത് മസ്റ്റ് ആയി നിങ്ങൾ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കാറ്റഗറി നിങ്ങൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതായത് ബ്യൂട്ടി ആണോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ആണോ, ഷോപ്പിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ നമ്മുടെ മെൻസ് വെയറിൽ ലേഡീസ് വെയർ ഒക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെയാണോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ് ആണോ അങ്ങനെ യൂസ് ചെയ്യാം. സോ ഗാഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാഡ്ജറ്റ് തുടങ്ങിയാൽ എല്ലാ സംഭവം അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് പ്രോബ്ലം സോൾവിംഗ് ഗാഡ്ജറ്റ്, യൂസ്ഫുൾ ഗാഡ്ജറ്റ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതിനകത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോവാ, ഡെയിലി റീൽസ് അപ്ലോഡ് ആക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കയറൂല. ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ ആലോചിക്കും ഇവർ ഏത് കാറ്റഗറിയാണ്. സോ അങ്ങനെ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിങ്ങൾ അപ്ലോഡ് ആയി പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസും കമന്റ്സ് ഒക്കെ വന്നോളൂ. ഓക്കെ, പിന്നെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിന് സെയിൽസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ഒരു മുമ്പത്തെ ഒരു വീഡിയോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. 90 ദിവസത്തെ ചലഞ്ച് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് 90 ദിവസത്തെ ചലഞ്ച് കാര്യങ്ങളൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ചലഞ്ച് ഈ വീഡിയോ ചലഞ്ച് അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് പറഞ്ഞതിന് വേണ്ടി മാത്രമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ 2 പേജ് സ്റ്റാർട്ട് ആക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഒരു പേജ് മാത്രം ക്രിയേറ്റ് ആക്കിയാൽ മതി. 2 പേജിന്റെ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം എനിക്കൊരു സ്റ്റോർ ഉണ്ട്, അതേ സ്റ്റോർ അല്ല, ഇപ്പൊ ഒരു സ്റ്റോർ ഇട്ടിട്ട് വേറെ പേജിൽ വേറെ സ്റ്റോറിൽ വേറെ കാറ്റഗറി ആക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റോറിൽ എനിക്ക് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റോറിൽ ഞാൻ നേരെ എന്താണ് നമ്മുടെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കും. അതാണ് സംഭവം. ഒരേ ടൈമോ നിങ്ങൾക്ക് ഒരു ദിവസം 2 or 3 റീലൊക്കെ വെച്ച് അപ്ലോഡ് ആക്കാം. എനിക്ക് തോന്നുന്നു 2 ആയിരിക്കും ബെസ്റ്റ്, രാവിലെ ഒന്ന് വൈകുന്നേരം അങ്ങനെ അപ്ലോഡ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് 2ലും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2ലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എളുപ്പമാണ്. ജസ്റ്റ് ഒരു പേജിൽ 2 റീല്, രണ്ടാമത്തെ പേജിൽ 2 റീല്. ഓക്കെ, ഇത്ര മതി, ടോട്ടൽ 4 റീല്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേജിൽ അത്യാവശ്യം വ്യൂസ് കയറി തന്നെ ആൾക്കാർ കമന്റ് ഇടാൻ തുടങ്ങും. കമന്റ് ഇടുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കയറും. അതിന്റെ ഒരു ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് വീഡിയോസിനൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഏറ്റവും വലുത്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രമാത്രം അടിപൊളിയാണ് അത്രയും മാത്രം സെയിൽസ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ പേജിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോസിന് വ്യൂസ് കയറില്ല, നമ്മൾ സെക്കൻഡ് പേജിൽ യൂസ് ചെയ്യുന്ന ചാൻസ് ഉണ്ട്. ഒരു 50% ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് ഒരിക്കലും സെയിം പ്രോഡക്ട്സ് അപ്ലോഡ് ആക്കരുത്. ഇപ്പൊ ഫസ്റ്റ് പേജ് ഞാൻ പറഞ്ഞ പോലെ ബ്യൂട്ടി ഒരു പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റോറിൽ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഫോർത്ത് പോയിന്റ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പൊ നമ്മള് പ്രോഡക്ട്സ് ഒക്കെ അപ്ലോഡ് ആക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച്, ഇപ്പൊ ഒരു ഹെഡ്ഫോൺ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു പ്രോഡക്റ്റിന്റെ വില വളരെ കുറവാണ്, പക്ഷെ നിങ്ങൾക്ക് റിവ്യൂ നോക്കാം, റിവ്യൂയും കുറവാണ്. പക്ഷെ അതിനേക്കാളും വില കൂടിയ സെയിം പ്രോഡക്റ്റ് ഇപ്പം ആമസോണിലുള്ള ഒരു വില കുറവുള്ള പ്രോഡക്റ്റ്, നമ്മുടെ ഫ്ലിപ്കാർട്ടിലുള്ള ഒരു വില കൂടുതലുള്ള പ്രോഡക്റ്റ്. ഓക്കെ, ഞാൻ റിസർച്ച് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പം അതേ പ്രോഡക്റ്റ് ഒരു 200 രൂപയ്ക്ക് കിടക്കുന്നില്ല, അല്ലെങ്കിൽ 500 രൂപ കിടക്കുന്നുണ്ട്. നേരെ ഞാൻ ആമസോണിൽ അതേ സെയിം പ്രോഡക്റ്റ് അതേ കമ്പനി നോക്കിയപ്പോൾ ഒരു 700 രൂപ കിടക്കുന്നുണ്ട്. പക്ഷേ അതിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 3.5 അത്ര റേറ്റിംഗേ ഉള്ളൂ. ആൻഡ് ഇതാണ് നമ്മളെ ഒരു ടേണിംഗ് പോയിന്റ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതല്ലേ ആൾക്കാർ വാങ്ങിക്കുള്ളൂ. അവിടെയാണ് നമുക്കുള്ള മിസ്റ്റേക്ക്. ബിക്കോസ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളതിന് പൈസ കൂടുതലാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കുറവ്, അതായത് 3.5 3 കൂടുതൽ പൈസ കുറവാണ്. സോ അവിടെയാണ് ഗൈസ് ടേണിംഗ് പോയിന്റ്. അവിടെയാണ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിന്റെ ഏതാണ് കൂടിയത് അത് നമ്മൾ നോക്കരുത്. ഏറ്റവും കുറഞ്ഞ വില ഏതാണ് സെയിം പ്രോഡക്റ്റ് അത് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ കമ്മീഷൻ കുറവായിരിക്കും, മറ്റേ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടുന്നത് ഈ ഒരു ചെറിയ പ്രോഡക്റ്റിനൊക്കെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഹൈ ടിക്കറ്റ് സെല്ലാക്കി തന്നെ ഒരു പ്രോഡക്റ്റ് സെല്ലായി തന്നെ അത്യാവശ്യം ക്യാഷ് കിട്ടും, പക്ഷെ സെല്ലാക്കാനാണ് നിങ്ങൾക്ക് പാട്. പക്ഷെ നമ്മൾ ലോയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം റേറ്റ് കുറവായിരിക്കും. സെയിം പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മലയാളീസ് ആണ്, ഉറപ്പായിട്ട് വാങ്ങിയിരിക്കും. ഞാൻ ഇതേ സ്ട്രാറ്റജിയാണ് എന്റെ 2 സ്റ്റോറിലായിക്കോട്ടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അതായത് സെയിം പ്രോഡക്റ്റ് ആണ്, സെയിം കമ്പനിയാണ്, പക്ഷെ റേറ്റിംഗ്സ് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഡിഫറൻസ് ഉണ്ട്. 500 രൂപയുടെ ഒരു പ്രോഡക്റ്റും നമ്മുടെ 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റും. സോ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ബ്രാൻഡഡ് ഒക്കെ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു പൈസ കൂടെ ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മളെ കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഒരു മലയാളി കമ്മ്യൂണിറ്റി ആണെങ്കിൽ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ആക്കുന്നത് ഒരു ചെറിയ ഒരു പ്രൈസിനൊക്കെ ആയിരിക്കും. ചെറിയ വാല്യൂ കൊടുത്തിട്ട് അവർക്ക് വലിയ വാല്യൂ കിട്ടുന്നതായിരിക്കും അവർ നോക്കുന്നത്. സോ റിവ്യൂ ഒന്നും അങ്ങനെ നോക്കാറില്ല. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന എത്ര മാത്രമേ ഉള്ളൂ, ചെറിയ പ്രോഡക്റ്റ് എടുക്കുക,
അതായത് പൈസ കുറവുള്ള പ്രോഡക്റ്റ് എടുക്കുക, നിങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ആക്കുക, നിങ്ങൾ റീഡ്സ് അപ്ലോഡ് ആക്കുക. സോ ഇതേ മെത്തേഡാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നതായിരിക്കും, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ ലാഗ് അടിപ്പിക്കുന്നതിൽ എൻഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആക്കേണ്ട മറക്കണ്ട. പിന്നെ കുറെ പേര് പാർട്ട് ടൈം ജോബ് നോക്കി വരുന്നുണ്ട്. ഓക്കെ, സോ എനിക്കൊരു 5 വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. ലീഗലായിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അത് നമുക്ക് എന്താണ് സെറ്റ് ആക്കാം. ചിലതിലൊക്കെ ക്വാളിഫിക്കേഷൻ വരും, ചിലതിൽ ക്വാളിഫിക്കേഷൻ വരൂല. ടൈം അനുസരിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ തന്നെ സെറ്റ് ആക്കാൻ നോക്കാം. നമുക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്ന ഒരു ഭൂരിഭാഗം ഗേൾസ് ആണെന്ന് തോന്നുന്നു. ഗേൾസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാരെ തോന്നുന്നു. അവർക്ക് ചിലവർക്ക് സ്കില്ലുണ്ട്, ചിലവർക്ക് സ്കില്ലില്ല. സോ നമ്മൾ സെറ്റ് ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലിയ എന്തോ സംഭവമൊക്കെ വിചാരിച്ച് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കി. ഡൗട്ട് ക്ലിയറൻസ് അതാണ് ഇതാണൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ആക്കി. ആൻഡ് ഒരുപാട് ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ഒരു 200-210 ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ ചെയ്ത് അത്യാവശ്യം അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിൻ സെക്ഷനിൽ അവരുടെ ഏർണിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇത്ര കിട്ടുന്ന വ്യൂസ് ആയിക്കോട്ടെ, എല്ലാവരും ഷെയർ ആക്കി, ഡൗട്ട്സ് ക്ലിയർ ആക്കി എല്ലാം പോകുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു 5-6 പേരൊക്കെ എനിക്ക് DM-ൽ ഒന്നും നെഗറ്റീവ് കമന്റ്സ് ആണ്. ബട്ട് ഞാൻ അതൊക്കെ ഇഗ്നോർ ആണ് ചെയ്യുന്നത്. എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്റെ മെന്റർഷിപ്പും ഗൈഡൻസും സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും നിങ്ങളെ വിചാരിച്ചില്ല തുടങ്ങിയിട്ടുള്ളത്. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഒത്തു ഗ്രോ ചെയ്യാൻ വിചാരിച്ച് മാത്രമേ ഞാൻ സ്റ്റാർട്ട് ആക്കിയുള്ളൂ. പക്ഷെ ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട്സിലേക്ക് കമന്റ് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കാണുമ്പോൾ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യേണ്ട മറക്കണ്ട. സോ ഇതിൽ മികച്ച അടുത്ത വീഡിയോ കാണാം. സീ യു ഗൈസ്.